സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വീഡിയോ ആയിട്ടൊന്ന് എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. ഞങ്ങൾ രാവിലെ ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ രാവിലെ കണ്ണൻ ചേട്ടനെ ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. കണ്ണൻ ചേട്ടൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്നൊക്കെ കണ്ണൻ ചേട്ടൻ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോയില്ല. കാരണം അയ്യോ അതെൻ്റെ കുറക്കിലൊക്കെ പിടിച്ചോണ്ടിട്ട് അതെടുത്തുകൂടെ ഒരു വണ്ടി പോയി, അതാണ് കേട്ടാ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എറണാകുളത്തേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ. വേറെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്നൊരു ഇതിൽ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ ശ്രുചി ചേച്ചിയുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി. എവിടെയാണ് ശ്രുചി ചേച്ചിയുടെ വീട്? കുമ്പളം അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. അപ്പോൾ കുമ്പളത്ത് ചേച്ചിയുടെ ആങ്ങളയുടെ വീടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ചേച്ചിയുടെ വീട്ടിലും പോയി, അതുപോലെ ചേച്ചിയുടെ ആങ്ങളയുടെ വീട്ടിലും ഒക്കെ ഒന്ന് പോയി. വെറുതെ ഒന്നുമില്ല, ഒന്ന് അവിടേക്ക് ഒന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ പോന്നു. എന്തായാലും സന്തോഷമായിട്ടോ. നാളായി ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി അവിടെ ചെന്ന് നിൽക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയണേ. പക്ഷെ അതൊന്നും ഇപ്പോൾ സാധിക്കാത്തത് കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുറേ നാളായിട്ടുണ്ട് ചേച്ചിന് പരിചയപ്പെട്ട കാലം മുതലേക്ക് ചേച്ചി ഇങ്ങനെ പറയുന്നതാ ഒരു ദിവസം വീട്ടിലേക്ക് വായോ എന്നൊക്കെ. അപ്പം നമ്മളങ്ങനെ ആരുടെയും വീട്ടിലേക്ക് പോക്കൊക്കെ വളരെ കുറവാണ്. അപ്പം ഇന്നിങ്ങനെ എറണാകുളം ഭാഗത്തേക്കല്ലേ വന്നത് എന്നുള്ളതിൽ അങ്ങനെ ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേച്ചിയുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ നല്ലൊരു കായലിൻ്റെ തീരത്തൊക്കെ ആയിരുന്നു വീടൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്നു. അപ്പോൾ കണ്ണനും അതെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കല്യാണിക്കുട്ടി അതെ ഇവിടെ ഇരിക്കുന്നുണ്ട് കല്യാണിക്കുട്ടി. അപ്പോൾ തിരിച്ച് ഞങ്ങളിപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ കൊച്ചു സന്തോഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. കണ്ണൻ ഭയങ്കര ബിസി ആയിട്ടോ. കണ്ണൻ വണ്ടി ഓടിക്കുക കാരണേ ഏത് സൈഡിൽ കൂടെയൊക്കെയാണ് വണ്ടി പോകുന്നതെന്നൊക്കെ കണ്ണന് നോക്കണം. അല്ലേ അണ്ണ? ഏത് സൈഡിൽ കൂടെയൊക്കെ വണ്ടി പോകണേ എന്നൊക്കെ നോക്കണം കണ്ണന്. അപ്പം എന്നിട്ട് ഇരുന്നൊരു ചാടണം, എൻ്റെ കുറക്കി പിടിച്ച് നോക്കണം. അല്ല വേണ്ട എന്നാ അവിടെ ചേച്ചിമാരെ കണ്ട? മാളു ചേച്ചി വേണ്ട, ഗോപു ചേട്ടൻ വേണ്ട, കല്ലു ചേച്ചി വേണ്ട. കല്ലു ചേച്ചി നമ്മുടെ കല്ലുമല്ല, കല്ലു ചേച്ചി ഉണ്ടായിരുന്ന? കല്ലു ചേച്ചി ഉണ്ടായിരുന്ന അവിടെ? വെള്ളം കണ്ട? അവിടെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്ന? 2 അമ്മമ്മമാരെ കണ്ടില്ലേ? ഇഷ്ടായോ അവരൊക്കെ? കണ്ണന് ഇഷ്ടമായി. പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രുതി ചേച്ചിയുടെ വീട്ടിലൊന്നും വെച്ച് ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ചേച്ചിയുടെ ആങ്ങളയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ആങ്ങളയുടെ മോളാണ് അത് കല്ലു. അപ്പോൾ കല്ലാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് റീൽസിനൊക്കെയുള്ള കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കണ്ണൻകുട്ടിയാണെങ്കിൽ അവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടെ ഒരു വെല്ലുമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കിങ്ങനെ ഏജ് ഉള്ളവരെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മമാർ, വെല്ലുമ്മമാർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുന്നത് കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു ചേച്ചിമാർ, ചേട്ടന്മാരെന്നൊക്കെ വിളിക്കാവുന്ന പ്രായത്തിലുള്ള കുട്ടികളെ കാണുന്നതും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ശ്രീജ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ താളത്തിനൊത്ത് ഇങ്ങനെ നിൽക്കും, കളിപ്പിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ കല്യാണിയാണെങ്കിൽ കുഞ്ഞു കുസൃതികളും കുറുമ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെയാണ് ചേച്ചിയുടെ അടുത്ത് പറയുന്നത് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ അതേ പ്രതീക്ഷിക്കാത്തൊരു പോക്കായിരുന്നു. ചേച്ചിക്കാണെങ്കിൽ അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നവരും ഇതൊക്കെ ആയിരുന്നു. എന്നാലും ചേച്ചി അത് പെട്ടെന്ന് തന്നെയൊക്കെ വരുമ്പോൾ എനിക്കാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റക്കായി പോട്ടെ. എനിക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ഒന്നും അറിയില്ല. പക്ഷേ ചേച്ചി ഫുൾ ആക്റ്റീവാണ് കേട്ടോ. ചേച്ചി അപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാണ്ടുള്ളൊരു യാത്രയായിരുന്നു. എന്നാലും ഹാപ്പി ആയിരുന്നു. മൊത്തത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം പോന്നു, അവിടെ നിന്ന് തിരിച്ച് പോന്നു. പിന്നെ ഇവിടെ എത്തണമല്ലോ, തിരിച്ച് വീട്ടിലെത്തണമല്ലോ. അങ്ങനെ അവിടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോന്നു കേട്ടോ. അപ്പോൾ വേറൊരു ദിവസം ചെല്ലാം എന്നൊക്കെയുള്ള ഇതിലൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ അതേ ഒരു അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മുടെ ബന്ധുക്കളല്ല, നമ്മുടെ ആരുമല്ല, എന്നാലും നമ്മളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ കാണാനാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് ശ്രീജി ചേച്ചിയുടെ ചേച്ചിയും മോനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു കായലിൻ്റെ തീരത്താണ് വീട്. അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ചേച്ചി ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ചേച്ചി വഴിയിൽ ഇറങ്ങുകയാണ് ചെയ്തത്, ചേച്ചി വീട്ടിലോട്ട് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പോയ വിശേഷങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങടെയും പോകുമ്പോൾ അതിങ്ങനെ ഒക്കെ റിപ്പീറ്റേഷൻ പോലെ എനിക്കിങ്ങനെ തോന്നി. അതാണ് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അവസാനിപ്പിച്ചത് കേട്ടോ. ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കാം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ്. ഈ ചുമ വരുന്നുണ്ട് ചെറുതായിട്ട്, അതിന് അധികം വർത്താനം പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് പോവാം. നമുക്ക് എല്ലാം ഇവിടെ കളറൊക്കെ നടിച്ചിരിക്കുക കേട്ടോ.
ഞാൻ ചിരിച്ചപ്പോൾ കൂടെ ചിരിക്കും. ഹലോ ഹലോ. കള്ളറക്കാണ് കേട്ടോ ഇവിടെ ഒരാൾ. കുറേ നേരം രാവിലെ തൊട്ട് ഇങ്ങനെ കിടന്ന് കുഞ്ഞിക്കുറുമ്പുകളൊക്കെ എടുത്ത് നടക്കുന്നത് കാരണേ ആൾക്ക് വയ്യാണ്ടായിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടാ. കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു ചുമ പോലെയൊക്കെ വരുന്നു. കണ്ണനോട് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക പുറത്തേക്കുള്ള വണ്ടികളൊക്കെ നോക്കിയിട്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന് ആ ഓപ്ഷൻ ഒന്ന് എനബിൾ ചെയ്ത് ഇടുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ മറക്കാണ്ട് തരിക. അപ്പോൾ ടാറ്റ.